മക്കളെ, നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓണം പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ഉണ്ടാകാവുന്ന ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒന്നും എക്കണോമിക്സ് പഠിക്കാത്തവർ എന്ത് ചെയ്യും? ഒന്നും പഠിക്കാത്തവരും കുറച്ചൊക്കെ പഠിച്ചവരും എല്ലാവരും ഈ ഒരു ചോദ്യം പഠിച്ചിട്ട് പോയിക്കൊള്ളണം. അതായത് ഈ ചോദ്യം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. നിങ്ങളെല്ലാവരും മക്കളെ അത് ആൻസർ ചെയ്തിരിക്കണം കേട്ടോ. അത് ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം, മിസ് ഈ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്തിരുന്നു, മിസ് പഠിപ്പിച്ചോണ്ട്. അത് മിസ്സിനെ കേൾക്കണം കേട്ടോ. സോ ക്വസ്റ്റ്യൻ നോക്കിയാൽ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. എ കൺസ്യൂമർ വാണ്ട്സ് ടു കൺസ്യൂം 2 goods X and Y. X and Y എന്ന് പറഞ്ഞ 2 ഗുഡ്സ് വാങ്ങിക്കണം. വിത്ത് ഹിസ് ഇൻകം ഓഫ് ₹20. 20 രൂപയാണ് ഇൻകം ഉള്ളത്. അപ്പോൾ ഇൻകം എന്നാൽ എം ആണെന്ന് മനസ്സിലാക്കിക്കോളാം. പ്രൈസ് ഓഫ് 2 goods, ആദ്യത്തെ പ്രൈസിന് P1 എന്ന് നമ്മൾ എടുക്കും. രണ്ടാമത്തെ പ്രൈസ് 5 ആണ്, അതിന് P2 എന്ന് നമ്മൾ എടുക്കും. നമ്മളോട് 3 ക്വസ്റ്റ്യനാണ് പറഞ്ഞിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് ബഡ്ജറ്റ് ലൈൻ കാണണം, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണണം, ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. പെട്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. സോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാം. അപ്പോൾ എഴുതാം ബഡ്ജറ്റ് ലൈൻ ഈക്വൽ ഇക്വേഷൻ എന്താ? P1x1 പ്ലസ് P2x2 ഈക്വൽ ടു എം. അപ്പം നമുക്കിവിടെ തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എം ഈക്വൽ 20 എന്ന് ചോദ്യത്തിൽ തന്നു. P1 4 ആണെന്നും P2 5 ആണെന്നും നമ്മളിപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നെ ഇവിടെ എഴുതി വെച്ചല്ലോ. ഇനി ഇവിടേക്ക് നോക്കി, ഇവിടേക്ക് ശ്രദ്ധിക്കുക. P1x1, P1ൻ്റെ അവിടെ 4 ഇടാം. അപ്പോൾ 4x1 പ്ലസ് P2x2 അല്ലേ? P2 എത്ര? 5 ആണ്. അപ്പോൾ 5x2 ഈക്വൽ ടു എം എത്രയാണ്? 20. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്ത് കഴിഞ്ഞു, ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും കാണാനാണ്. അതിന് ഇക്വേഷൻ ഉണ്ട്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ m/P1 ആണ്. എം അറിയാലോ എത്രയാ? 20. P1 അറിയാലോ എത്രയാ? 4. 20/4 5 ആണ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഇനി അടുത്തത് എന്താണ്? ഇതിൽ തന്നെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണണം അല്ലേ? സോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് എഴുതാം. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാനുള്ള ഇക്വേഷൻ m/P2 ആണ്. ഇക്വേഷൻ എഴുതിയെടുത്തോളാം കേട്ടോ. എം എത്രയാ? 20. P2 എത്രയാ? 5. 20/5 4 ആണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. എഴുതിയല്ലോ. സോ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതാലോ. ഡ്രോ ദി ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ നമുക്ക് വരയ്ക്കണം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കുറച്ച് സ്പേസിൻ്റെ ഉള്ളിൽ തന്നെ വരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പെൻ ഉപയോഗിക്കാൻ പാടില്ല. പെൻസിലും സ്കെയിലും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ആദ്യം ഒരു ലൈൻ വരയ്ക്കാം, ദെൻ മറ്റൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, അതിനുശേഷം ഇവിടെ എക്സ് ആക്സിസിൻ്റെ ഇവിടെ ഗുഡ് 1 എന്ന് മാർക്ക് ചെയ്യാം. വൈ ആക്സിസിൻ്റെ ഇവിടെ ഗുഡ് 2 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇത് 0. ഇനി ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് മാർക്ക് ചെയ്ത് പോകാം. 1 2 3 4 5 6 7 8 വരെ മതിയാകും. ഇവിടെയും 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി നോക്കി ഇത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ എക്സ് ആക്സിസിലുള്ളതാണെന്ന് ഓർക്കാം. അത് ഗുഡ് 1ൻ്റെ ഇവിടെ ഉള്ളതാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ചാൽ 5 അല്ലേ? എക്സ് ആക്സിസിൽ 5 എവിടെയാണ്? അതാ ഇവിടെയാണ്. അപ്പോൾ നമ്മളിവിടെ എഴുതി വയ്ക്കുക m/P1. അതേപോലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിലുള്ളതാണ്. എത്രയാ? 4 അല്ലേ? വൈ ആക്സിസിൽ 4 എവിടെയാ? ഇവിടെ. അപ്പോൾ ഇവിടെ എഴുതി വയ്ക്കുക m/P2. ഇനി എന്ത് ചെയ്യാം? ഈ മാർക്ക് ചെയ്ത് 2 ലൈനുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മുടെ എന്തായി? ബഡ്ജറ്റ് ലൈനായി. എന്നിട്ട് ബഡ്ജറ്റ് ലൈൻ്റെ ഇക്വേഷൻ എഴുതി വയ്ക്കുക. ഇക്വേഷൻ എന്തായിരുന്നു? 4x1 പ്ലസ് 5x2 4x1 പ്ലസ് 5x2 ഈക്വൽ ടു 20 എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈനായി. എല്ലാ ക്വസ്റ്റ്യനും നമ്മളിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രോബ്ലം ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകും. നിർബന്ധമായിട്ടും ഇത് പഠിച്ചിട്ടേ പോകാവൂ. ഇതിന് 5 മാർക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും സ്കോർ ചെയ്തിരിക്കണം കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളും ചെയ്യുക. ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റും ചെയ്യുക. ഓക്കെ, താങ്ക് യു.